നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മീനം രാശിയിൽ ഉൾപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊതു സ്വഭാവങ്ങളും അതോടൊപ്പം തന്നെ 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 16 വരെ ഇവിടെ ഈ ഒരു വർഷക്കാലം ഇവർക്കുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോയിൽ. ഉത്തരത്താഴി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ശനി ദശയിലാണ് ജനനം. ഇവരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരിൽ പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്ത സ്വഭാവക്കാരും വിവേകശാലികളുമായിരിക്കും. വളരെ ആകർഷണമായ വ്യക്തിത്വമുള്ളവരും വളരെ മധുരമായി സംസാരിക്കാൻ കഴിയുന്നവരുമാണ്. എന്തൊക്കെ സങ്കീർണമായ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അത് സമചിത്തതയോടെ നേരിടുന്നതിനും അത് വിജയത്തിൽ എത്തിക്കുന്നതിനും ഇവർക്ക് നല്ല കഴിവുണ്ട്. ഒരു നല്ല സംഘാടനം നടത്താനുള്ള കഴിവ്, പ്രസംഗകലയിൽ വളരെയേറെ തൽപരർ, എല്ലാ കാര്യങ്ങളിലും ശുഷ്കാന്തി പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഇവർ. പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ ഒതുക്കുന്നവരും മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ പ്രയാസവുമായിരിക്കും. എല്ലാ വികാരങ്ങളെയും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയും. ഒരു ലക്ഷ്യം നേടണമെന്ന് തോന്നിയാൽ കഠിന പ്രയത്നത്തിലൂടെ അത് നേടിയെടുക്കുകയും മറ്റുള്ളവരെ തനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ പൊതുവായിട്ട് ഇവരുടെ ഈ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളിവിടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിൽ നിന്നുകൊണ്ട് ഇവർ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. തൽഫലമായി കുടുംബത്തിൽ വളരെയേറെ അസ്വാരസ്യങ്ങൾ, കടബാധ്യതകൾ, മാനസിക ക്ലേശം, അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, അപവാദം, അപകീർത്തി, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇനി ഇവർ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നവും ഇനി ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേറെ ഇവർ വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷെ അവർ അതിനെയൊക്കെ അതിജീവിച്ചിപ്പോൾ ഗുണപരമായൊരു മാറ്റത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം നിലവിലവരുടെ ഗ്രഹനിലയൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ശനി ജന്മത്താണ്, വ്യാഴം 4 നിൽക്കുന്നു, ബുധൻ 5-ലും, സൂര്യൻ കേതു 6-ലും, ചൊവ്വ 7-ലും, രാഹു 2-ലുമാണ് നിലവിൽ നിൽക്കുന്നത്. എന്നാൽ പ്രധാന ഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു ഇവർക്ക് ഈ വർഷം മൊത്തവും അവരുടെ അതേ ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു നിൽപ്പ് കുറിച്ച് നമുക്കതൊന്ന് വിചിന്തനം ചെയ്തു കഴിഞ്ഞാൽ, വ്യാഴം ഇവരുടെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവം എന്ന് പറയുന്നത് സുഖസ്ഥാനം, മാതൃസ്ഥാനം എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ 4 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമല്ല. 3, 6, 8, 12 എന്നീ ഭാവങ്ങളെ അപേക്ഷിച്ച് അത്ര കടുത്ത ദോഷങ്ങൾ വ്യാഴം നൽകുന്നതുമില്ല. അപ്പോൾ ഇവരുടെ രാശ്യാധിപനാണ് 4 നിൽക്കുമ്പോൾ മറഞ്ഞു നിന്ന ഭാഗ്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വരികയും അതോടൊപ്പം തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം, സാമ്പത്തികമായിട്ടുള്ള നേട്ടം, പല മാർഗങ്ങളിലൂടെ സാമ്പത്തികം അല്ലെങ്കിൽ ധനാഗമന മാർഗങ്ങൾ, അപ്പോൾ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, സാധാരണ വ്യാഴം ഒരു രാശിയിൽ 1 വർഷമാണ് നിൽക്കുന്നത്. എന്നാൽ വ്യാഴം അതിവേഗം അല്ലെങ്കിൽ അതിചാരിയായി സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ 18 വ്യാഴം ഇവരുടെ 5-ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 5-ാം ഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടഭാവമാണ്, അത് പൂർവ്വപുണ്യ സ്ഥാനമാണ്. അപ്പോൾ ഈ 5-ാം ഭാവത്തിലേക്ക് വരുന്ന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ സമയത്ത് ഇവർക്ക് തൊഴിലിൽ വൻ പുരോഗതി, ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയം, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകുന്ന സമയം, ധനാഗമന മാർഗങ്ങളുണ്ടാവുക, കുടുംബത്തിലെ സന്തോഷം, ഇവയ്ക്കൊക്കെ യോഗം കാണുന്നൊരു സമയമാണ് ആ പീരീഡ്. അതൊരു ചുരുങ്ങിയ പീരീഡാണ്. വീണ്ടും എന്താ ചെയ്യുന്ന ഡിസംബർ 6 തീർച്ചയായിട്ടും അത് 4-ലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ ജൂൺ മാസം 2-ാം തീയതിയാണ് പിന്നെ ഇവർക്ക് 5-ാം ഭാവത്തിലേക്ക് വ്യാഴം തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ 5-ാം ഭാവം എന്ന് പറയുന്നത് ശരിക്കും സന്താന ഭാഗ്യമുണ്ടാകുന്ന വിദ്യ, ബുദ്ധി, ഭാഗ്യം, സന്താനങ്ങൾക്ക് പുരോഗതി, സന്താനമില്ലാത്തവർക്ക് സന്താന ലബ്ധി, അപ്രതീക്ഷിത ബഹുമതി, തൊഴിലവസരം, കർമ്മ പുരോഗതി എന്നിവയ്ക്കൊക്കെ യോഗം കാണുന്നതാണ് ഈ 5-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം ജൂണിന് ശേഷം ഇവർക്ക് 5-ാം ഭാവത്തിലേക്ക് വരുമ്പം വളരെയേറെ ഗുണം ചെയ്യുന്നൊരു സമയമാണ്. ഇനി ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി ജന്മത്തിലാണ്. ജന്മമെന്ന് പറയുന്ന 1-ാം ഭാവത്തിലാണ്. അപ്പോൾ 1-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മാത്രമല്ല, ഇവർക്ക് ഇപ്പോൾ 7ര ശനിക്കാലം കൂടിയാണ്. ആ 7ര ശനിയിൽ
ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ കാലം വളരെ ദോഷമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ ജൂലൈ 13 മുതൽ നവംബർ 26 വരെ ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദോഷം കുറയും. തൽഫലമായി നമുക്ക് രോഗമുക്തി, ശാരീരിക സൗഖ്യം, സാമ്പത്തിക മുന്നേറ്റം, അതുപോലെ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികളൊക്കെ മാറുന്ന ഒരു സന്ദർഭമാണ് ഈ പറഞ്ഞ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ശനി ദുർബലനായിട്ട് വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ശനിയുടെ ദോഷങ്ങളൊക്കെ, അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറച്ചേ ശനിക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ആ സമയം എന്ന് പറയുന്നത്. രാഹു 12ലാണ്. രാഹു 12 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ചെലവുകളുടെ ഭാവമാണ്. അപ്പോൾ ധനപരമായി വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ പൈസയൊക്കെ ചിലവാക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അധിക ചെലവുകളും പാഴ്ചെലവുകളൊക്കെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചെറിയ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ രോഗമൊക്കെ വരും. അപ്പോൾ ആ രോഗം, ആശുപത്രി വാസമൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമുക്ക് പാഴ്ചെലവും അതുപോലെ അധിക ചെലവൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്കിലും ഈ ശനി അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ശനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശനിയുടെ ദോഷം കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രാഹുവിൻ്റെ കാഠിന്യം വളരെയേറെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി കേതു എന്ന് പറയുന്ന 6ലാണ്, അത് ഇഷ്ടഭാവത്തിലാണ്. അപ്പോൾ കേതുവിൻ്റെ ഇഷ്ടഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം സാമ്പത്തിക ചിന്തകൾ, രോഗമുക്തി, ശത്രുനാശം, ആത്മവിശ്വാസം വർദ്ധിക്കും, കർമ്മരംഗത്ത് നേട്ടമുണ്ടാകും. ഒപ്പം തന്നെ നായകത്വം വഹിക്കാനുള്ളൊരു സാധ്യത, ഐശ്വര്യം, യശസ് എന്നിവയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് കേതു ഇഷ്ടഭാവത്തിൽ നിന്നാൽ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കേതു ഇഷ്ടഭാവത്തിൽ ഈ വർഷം മൊത്തവും നിൽക്കുന്നതാണ്. അങ്ങനെ പൊതുവെ നമുക്ക് പറയുമ്പം വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും വളരെ അനുഗ്രഹവും ഒപ്പം തന്നെ രാഹുവിൻ്റെയും ശനിയുടെയൊക്കെ ചെറിയ ദോഷങ്ങളുമൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഇവരുടെ ഈ വർഷക്കാലം എന്ന് പറയുന്നതെങ്കിലും ഗുണാധിക്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും ഇവർ 2024 അനുഭവിച്ചതിൻ്റെ ഒരു അംശം പോലും ഇവർക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരത്തില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയവുമായിരിക്കും. അപ്പോൾ ഗുണാധിക്യം കൂടി നിൽക്കുന്ന ഈ സമയം എങ്കിലും ശനിദോഷ പരിഹാരം നമുക്ക് അത്യാവശ്യമാണ്. കാരണം ശനിയിൽ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ശനിയുടെ ദോഷങ്ങളെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി ശാസ്താവിന് നിരാഞ്ജനം നടത്തുക, അതുപോലെ തന്നെ ശനിദേവന് പൂജകൾ നടത്തുക, മഹാദേവന് ധാര നടത്തുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനൊന്ന് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഉത്രട്ടാതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.